നമസ്കാരം. എന്നാലും എൻ്റെ മോദിജി, വേറെ എന്തൊക്കെ ക്ഷമിച്ചാലും ഇത് ക്ഷമിക്കാൻ പറ്റില്ല. ഇത്രയും കണുങ്കൈ നിങ്ങൾ കാണിക്കാൻ പാടില്ലായിരുന്നു. ദശരഥപുത്രനായ സീതാവല്ലഭനായ മര്യാദാ പുരുഷോത്തമനായ രഘുരാമനെ പെരുമഴയത്ത് നനഞ്ഞൊലിച്ച് നിൽക്കാൻ വിധിച്ചത് എന്തായാലും ശരിയായില്ല. അങ്ങയുടെ ഈ നടപടി അങ്ങയുടെ അന്ധഭക്തർ പോലും വകവെച്ച് തരുമെന്ന് തോന്നുന്നില്ല. പണി പൂർത്തിയാകാതെ കൂര പോലും മര്യാദയ്ക്ക് മൂടുന്നതിന് മുമ്പ് 10 വോട്ട് കിട്ടുമല്ലോ എന്ന് വെച്ച് പ്രാണപ്രതിഷ്ഠയ്ക്ക് പാഞ്ഞു ചെല്ലുമ്പോൾ ഇങ്ങനെയൊരു പണി കാത്തിരിക്കുന്നുണ്ടെന്ന് മോദി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ശാപമാണ് മോദിജി, ശാപം. കാലങ്ങളായി കച്ചവടം ചെയ്തു കഴിഞ്ഞ ആയിരക്കണക്കിന് ചെറു കച്ചവടക്കാരുടെ പീടിക പൊളിച്ചും അവർ അന്തിയുറങ്ങിയ കൂരകൾ ബുൾഡോസർ വെച്ച് നിരത്തിയും അങ്ങ് നടത്തിയ അർമാദമുണ്ടല്ലോ, അതിന് അങ്ങയിൽ ആവേശിച്ചു എന്ന് പൊളി പറഞ്ഞ സാക്ഷാൽ പരമാത്മൻ തന്നെ തന്ന 8ന്റെ പണിയാണ് അയോധ്യയിലെ രാം മന്ദിർ ചോർന്നൊലിക്കുന്നതിൽ എത്തി നിൽക്കുന്നത്. തീർത്ഥസ്ഥാനങ്ങളാകേണ്ട ക്ഷേത്രങ്ങൾ ഭോഗസ്ഥാനങ്ങളാക്കുന്ന പ്രവൃത്തിയാണ് അങ്ങ് ചെയ്യുന്നതെന്ന് വിലപിച്ച ശങ്കരാചാര്യ മഠാധിപതികളുടെ വാക്കുകൾ പോലും അങ്ങ് മുഖവിലക്കെടുത്തില്ല. കുഞ്ഞുരാമന്റെ വിശുദ്ധ വിഗ്രഹത്തെ ചോരണ കൂരയിൽ നിർത്തിയ അങ്ങേക്ക് യഥാർത്ഥ രാമഭക്തർ മാപ്പു തരും എന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. 10 വോട്ടിനു വേണ്ടി രാമനെ മുന്നിൽ നിർത്തി അങ്ങ് നടത്തിയ അതിവൃത്തികൾ മുഴുവൻ യഥാർത്ഥ ഭക്തർ തിരിച്ചറിഞ്ഞതിന്റെ പ്രകടമായ തെളിവ് രാംലല്ല പ്രതിഷ്ഠിച്ച അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് നിയോജക മണ്ഡലത്തിലെ നിസ്വരായ വോട്ടർമാർ നൽകിയതും അങ്ങ് അവഗണിച്ചു. ജയ് ശ്രീരാം മാത്രം പുട്ടിന് പീരയിടും പോലെ വിളിച്ചു ശീലിച്ച അങ്ങ് അതോടെ ആ വിളി നിർത്തി അപ്പം കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ലാഘവത്തോടെ 10 സീറ്റ് അധികം തന്നതിന്റെ പേരിൽ ജയ് ജഗൻ എന്നാക്കി മാറ്റിയതും ഈ നാട് കണ്ടതാണ്. താങ്കൾക്ക് രാമനല്ല പ്രധാനം, രാമനോടുള്ള യഥാർത്ഥ ഭക്തിയല്ല താങ്കളെ നയിക്കുന്നത്, വെറും വോട്ട് മാത്രമാണ്. അതിലൂടെ വെട്ടിപ്പിടിക്കേണ്ട അധികാരത്തിലാണ് അങ്ങയുടെ ലാക്ക്. കോടികൾ നിക്ഷേപിച്ച് സഹസ്ര കോടികൾ കൊയ്യാൻ അയോധ്യാപുരിയെ വെറുമൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാത്രം കാണുന്ന കോർപ്പറേറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടി കൂര പൊളിച്ചു കളഞ്ഞ ആയിരങ്ങൾ നിശബ്ദമായി ഉരുവിട്ട ശാപമാണ് 400 പാർ എന്ന് ചന്ദ്രഹാസമിളക്കി അശ്വമേധം നടത്തിയ അങ്ങയുടെ രഥചക്രത്തിന്റെ അച്ചാണി ഊരിക്കളഞ്ഞതെന്ന് ഇനിയെങ്കിലും അങ്ങ് തിരിച്ചറിയുമെന്ന് കരുതാൻ ന്യായമില്ല. കാരണം അധികാരം അത്രമാത്രം തലയ്ക്ക് പിടിച്ചിരിക്കുന്നു അങ്ങേക്ക്. രാമക്ഷേത്ര നിർമ്മാണത്തിലെങ്കിലും വേണ്ട സിമന്റും കമ്പിയും ചേർക്കാൻ അങ്ങേക്ക് ചുറ്റുമുള്ള വൈതാളികർ തയ്യാറായിരുന്നുവെങ്കിൽ രാംലല്ല ഇങ്ങനെ പെരുമഴയത്ത് നിൽക്കുമായിരുന്നില്ല. അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷന്റെ മതിൽക്കെട്ട് ഇങ്ങനെ ഇടിഞ്ഞു വീഴുമായിരുന്നില്ല. ഇതൊക്കെ അപശകുനമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്താനാകും? രഘുരാമന് പകരം രാഷ്ട്രീയ രാമനെ പ്രതിഷ്ഠിക്കാൻ അങ്ങ് നടത്തിയ അഭ്യാസത്തോടുള്ള യഥാർത്ഥ രാമന്റെ നീരസമാണ് ഇക്കാണുന്ന അശുഭ ലക്ഷണങ്ങളെന്ന് വിശ്വാസികൾ ചിന്തിച്ചു പോകുന്നുണ്ടെങ്കിൽ അവരെ പഴി പറയാനാകുമോ? പഞ്ചവടിയിലും ചിത്രകൂടത്തിലും ഉൾപ്പെടെ നീണ്ട 14 വർഷങ്ങൾ കാനന മധ്യത്തിൽ കാലാവസ്ഥയുടെ കടുത്ത പരീക്ഷണങ്ങൾ അതിജീവിച്ച ശ്രീരാമചന്ദ്രന് തന്റെ മേനിയിൽ പതിക്കുന്ന മഴത്തുള്ളികൾ പനിനീരായി മാത്രമേ തോന്നുവെങ്കിലും അങ്ങീ ചെയ്തത് വല്ലാത്ത കടുപ്പമുള്ളതായി പോയി. അല്ലയോ പ്രധാനമന്ത്രി, സരയു ഇപ്പോഴും ശാന്തമായി ഒഴുകുന്നുണ്ട്. ശ്രീരാമൻ അന്തർധാനം ചെയ്ത അതേ സരയു. അതിന്റെ തീരത്ത് ചെന്ന് ശാന്തമായി അല്പനേരം ചിലവിടൂ. രാമനാമം ജപിച്ച് ചെയ്ത തെറ്റിന് മാപ്പിരെന്ന് പ്രാർത്ഥിക്കൂ. ശ്രീരാമനാമം ജയിക്കട്ടെ.